അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 24 കിട്ടി. വെറ്റിലപ്പാറ 15-ൽ നിലയുറപ്പിച്ചിരുന്ന ആന വാടാമുറിയിലേക്ക് നീങ്ങിയതായി സൂചന. ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യം നാളെ തുടങ്ങും. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ സൂരജ്, എവിടെയാണ് ഇപ്പോൾ ഈ ആനയുള്ളത്? നിലവിൽ വാടാമുറിയിലെ വനമേഖലയിലേക്ക് ആന കടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെയാണ് വെറ്റിലപ്പാറ 15-ൽ ഈ ആനയെ കണ്ടെത്തുന്നത്. നമ്മുടെ അതിരപ്പള്ളി പ്രാദേശിക ലേഖകനായിട്ടുള്ള റൂബിൻലാൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 15-ൽ നിന്ന് ആന ചാലക്കുടി പുഴ മുറിച്ചു കടന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 3-ാം ബ്ലോക്കിലെത്തുകയും അവിടെ നിന്ന് വാടാമുറിയിലെ വനമേഖലയിലേക്ക് കടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെയെല്ലാം തന്നെ വനംവകുപ്പ് ഈ ആനയെ തിരഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്നലെ ഈ ആനയെ കണ്ടെത്താനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആനയെ കണ്ടെത്തിയും ഒരു പ്രാഥമികമായി ഇതിന്റെ ആരോഗ്യസ്ഥിതി അടക്കം വിലയിരുത്തിക്കൊണ്ടാണ് ആനയ്ക്ക് തുടർ ചികിത്സ നൽകണം എന്ന നിഗമനത്തിലേക്കും അതുവരെ നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കും വനംവകുപ്പ് എത്തിയത്. പക്ഷേ ഇന്നലെ മുതൽ ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്തായിരുന്നു. അതിനിടയിലാണ് ഇന്ന് 24-ന് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനയുടെ ചികിത്സയ്ക്കായുള്ള ദൗത്യം നാളെ ആരംഭിച്ചേക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അരുൺ സക്രിയ നാളെ രാവിലെയോടുകൂടി അതിരപ്പള്ളിയിലെത്തും. അതോടൊപ്പം തന്നെ ആനയ്ക്ക് വേണ്ടി പ്രത്യേക ഈ കൂടൊരുക്കുന്നത് സംബന്ധിച്ചെല്ലാം വനംവകുപ്പ് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ കോതമംഗലത്തെ ഈ കോടനാടുള്ള നിലവിലെ പഴയ കൂട്ടിൽ തന്നെ ഈ ആനയെ പാർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാറിൽ നിന്ന് ഈ തടി എത്തിച്ച് ഈ പ്രത്യേക കൂടൊരുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് വനംവകുപ്പ് പിന്നോട്ട് പോയിരിക്കുന്നു. അടിയന്തരമായി തന്നെ ആനയ്ക്ക് ചികിത്സ നടപ്പാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് കടന്നിരിക്കുന്നത്.